ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ വെടിനിർത്തലിന് ധാരണ 3 ഘട്ടമായി 24 മണിക്കൂറിനകം സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആദ്യം ഇറാൻ വെടിനിർത്തൽ നടപ്പിലാക്കും, 12 മണിക്കൂറിനുള്ളിൽ ഇസ്രയേലും വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമാക്കും. 24 മണിക്കൂറിനകം 12 ദിവസം നീണ്ടുനിന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിക്കുമെന്നാണ് ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത്. വെടിനിർത്തൽ നടപ്പിലാക്കിയതിന് ഇറാനെയും ഇസ്രയേലിനെയും ട്രംപ് അഭിനന്ദിച്ചിട്ടും ഉണ്ട്. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശത്തോട് ഇസ്രയേലും ഇറാനും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, ട്രംപ് പറയുന്നത് 24 മണിക്കൂറിനകം ഘട്ടം ഘട്ടമായി വെടിനിർത്തലാണ് എന്നാണ്. എന്നാൽ ഈ വിഷയത്തോടെ ഇറാനും ഇസ്രയേലും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാനിൽ പലയിടത്തും ഇപ്പോഴും ഉഗ്രസ്ഫോടനങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വരികയുണ്ടായി. തീർച്ചയായും രാഖി, ഈ വെടിനിർത്തൽ നടപടിയുടെ ഒരു രീതി അല്ലെങ്കിൽ അതിന്റെ ഒരു സമയക്രമം എന്ന് പറയുന്നത്, നിലവിൽ ഏതെങ്കിലും ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ 6 മണിക്കൂറിനകം ആ ദൗത്യങ്ങൾ അവസാനിപ്പിക്കുകയും ഈ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഇറാൻ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കുകയും അതിനുശേഷം ഇറാൻ വെടിനിർത്തൽ നടപ്പാക്കുകയും വേണമെന്നാണ് ഇപ്പോൾ ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 6 മണിക്കൂറിനുള്ളിൽ 12 മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ ഇറാൻ നടപ്പാക്കുകയും തുടർന്ന് ഇസ്രായേലും വെടിനിർത്തലിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ്. അതോടുകൂടി ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ 6 മണിക്കൂറും 12 മണിക്കൂറും ചേർത്ത് 18 മണിക്കൂറിനുള്ളിൽ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള വെടിനിർത്തൽ ഉണ്ടാവുകയും പിന്നീട് വെടിനിർത്തൽ ഔദ്യോഗികമായി ഉണ്ടാവുകയും തുടർന്ന് ആ 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായ വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയും ചെയ്യുമെന്നാണ് ട്രംപിന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ആക്രമണം ഇന്നലെ തന്നെ ഖത്തറിന്റെ അലുദൈദ വിമാനത്താവളത്തിലേക്ക്, അമേരിക്കയുടെ വിമാനത്താവളത്തിൽ വലിയ തോതിൽ ഒരു ആക്രമണം നടത്താനുള്ള ഒരു നീക്കം ഇറാൻ നടത്തിയിരുന്നു. ഇറാന്റെ നിരവധി മിസൈലുകൾ പതിച്ചുവെങ്കിലും അതെല്ലാം തന്നെ നിർവീര്യമാക്കുന്നതിനും അത് പ്രതിരോധിക്കുന്നതിനും കാര്യക്ഷമമായി പ്രതിരോധിക്കുന്നതിനും അമേരിക്കയ്ക്ക് സാധിച്ചു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. യുദ്ധം മറ്റൊരു ഗതിയിലേക്ക് മാറുന്നത്, അതായത് ഇസ്രായേലും ഇറാനുമായുള്ള ഒരു യുദ്ധം എന്നതിനപ്പുറം അത് മറ്റു രാജ്യങ്ങളിലേക്ക് പടരുകയും എണ്ണോത്പാദക രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിലേക്കും ഇത് പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രംപ് ശക്തമായ ഒരു നടപടിയിലേക്ക് നീങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ അമേരിക്കയുടെ ഖത്തറിലെ വ്യോമത്താവളത്തിന് നേരെ നടത്ത ആ ശക്തമായ ആക്രമണം പ്രതിരോധിക്കാൻ സാധിക്കുമെങ്കിൽ കൂടി ഇത് സങ്കീർണമായ പ്രശ്നങ്ങളായി വളർന്നു വരാതിരിക്കണം എന്ന അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഇതിനിടെയാണ് അടിയന്തരമായി JD വാൻസും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഖത്തർ അമീറിനെ നേരിട്ട് ബന്ധപ്പെട്ട് വെടിനിർത്തൽ ധാരണയ്ക്ക് ഇറാനുമായി സംസാരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തുടർന്ന് അടിയന്തരമായി തന്നെ ഖത്തർ അമീർ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇരു രാജ്യങ്ങളുമായി ഇറാനുമായി സംസാരിക്കുകയുമായിരുന്നു. ഇറാനുമായി സംസാരിച്ചതിനെ തുടർന്ന് വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറാണെന്ന വിവരം അറിയിക്കുകയും തുടർന്നാണ് ഈ വെടിനിർത്തലിനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഔദ്യോഗികമായ പ്രതികരണം ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ഈ 6 മണിക്കൂറിനുള്ളിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 6 മണിക്കൂറിനുള്ളിൽ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും ഓപ്പറേഷൻസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പല നടപടികളും പലയിടങ്ങളിലും സൈനികമായി വ്യോമസേനയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഒരു പക്ഷേ നാവികസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നിരിക്കാം. അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ അടിയന്തരമായി നിർത്തിവെക്കുന്നതിനുള്ള 6 മണിക്കൂർ സമയമാണ് ആദ്യഘട്ടം. ഇപ്പോൾ ആ 6 മണിക്കൂറിലൂടെ കടന്നു പോവുകയാണ്. 3-4 മണിക്കൂറുകൾക്കകം ആദ്യഘട്ടം അവസാനിക്കും. പിന്നീട് 12 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ ഇറാൻ പ്രഖ്യാപിക്കുകയും 12 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ മൊത്തം 24 മണിക്കൂറിനുള്ളിൽ 12 ദിവസം നീണ്ടുനിന്ന ഈ സംഘർഷത്തിന് ശാശ്വത സമാധാനം അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും എന്ന് പറയാവുന്ന രീതിയിലെങ്കിലും വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വെടിനിർത്തൽ ധാരണയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നത്. വെടിനിർത്തൽ ഏത് രീതിയിലാണ് നടപ്പാക്കേണ്ടത്, ഇനി ഏത് രീതിയിലാണ് അത് ശാശ്വതമായി നിലനിർത്തേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് ഇനി ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വരേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇസ്രായേൽ സ്വീകരിച്ച കർശന നിലപാടിന്റെ ഭാഗമായാണ് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമണം ആദ്യഘട്ടത്തിൽ നടത്തിയത്. ഈ 12 ദിവസങ്ങൾക്ക് മുമ്പ് ആദ്യഘട്ടം ആക്രമണം 13-ാം തീയതി ആദ്യഘട്ടം ആക്രമണം ആരംഭിക്കുകയായിരുന്നു. ഈ ആദ്യഘട്ടം ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ അതിശക്തമായ ആക്രമണത്തിന് പിന്നാലെ വലിയ നാശനഷ്ടങ്ങൾ ഈ ഫോർഡോ ഉൾപ്പെടെയുള്ള ആണവ താവളങ്ങളിൽ ഉണ്ടായി. അതുപോലെ തന്നെ ഈ ഫോർഡോ ആണവത്താവളവും ഇസ്ഫാൻ അതുപോലെ നെറ്റൻസ് എന്ന് പറയുന്ന മറ്റൊരു ആണവത്താവളം ആണവ കേന്ദ്രം, ഇത്രയും 3 ആണവ കേന്ദ്രങ്ങളിലും അതിശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും തുടർന്ന് ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇറാന്റെ നേരിയ തോതിലുള്ള തിരിച്ചടികൾ മാത്രമാണ് അതുവരെ ഉണ്ടായിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീടാണ് അതിശക്തമായ ആക്രമണം ഇക്കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടായത്. ഈ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ സമ്പൂർണ്ണമായി തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ യുറേനിയം
സമ്പുഷ്ടീകരണം എന്ന നീക്കം തന്നെ ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് അപ്രായോഗികമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം നേടിയെന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെടിനിർത്തലിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനത്തിൽ അമേരിക്ക എത്തുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഖത്തർ അമീറിന്റെ കൂടി മധ്യസ്ഥതയിലൂടെ നീക്കങ്ങൾ നടത്തുകയും ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിശക്തമായ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സമ്പൂർണ്ണമായി തകർന്നതിന് പിന്നാലെ വീണ്ടും ഇസ്രയേലിന്റെ മറ്റൊരാക്രമണം കൂടി ഇന്നലെ നടക്കുകയും ഈ ആണവ കേന്ദ്രത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ഏതെങ്കിലും നീക്കങ്ങൾ നടത്തുന്നത് പൂർണ്ണമായും തടയിടാനുള്ള നടപടികളും ആരംഭിച്ചു. അതിന്റെ ആണവ കേന്ദ്രത്തോടനുബന്ധിച്ച വഴികളും അതുപോലെ തന്നെ അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് പുറത്തു കടക്കുന്നതിനുള്ള വഴികൾ പോലെ നിരവധി പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാകും. ഇലക്ട്രിസിറ്റി സപ്ലിമെന്റേഷൻ അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. അത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുകയായിരുന്നു ഇന്നലെ നടന്ന ആക്രമണത്തിലൂടെ. അതോടുകൂടി ഈ 3 ആണവ നിലയങ്ങളും ഏതാണ്ട് നിശ്ചലമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടികൾ ഇനി കൊണ്ടുപോകേണ്ടതില്ല. എന്താണോ ലക്ഷ്യം വെച്ചത്, ആണവ ധാരണയിലെത്താൻ ഇറാൻ തയ്യാറല്ല അമേരിക്കയുമായി എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 60 ദിവസത്തെ സമയം അമേരിക്ക നൽകുകയും 60 ദിവസത്തിന് ശേഷം ശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും പിന്നീട് അമേരിക്കയുടെ പിന്തുണയോടുകൂടി കൂടുതൽ ശക്തമായ ഒരു ആക്രമണം നടത്തി ആണവ കേന്ദ്രങ്ങൾ നിശ്ചലമാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ ഇറാൻ ഉയർത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഭീഷണി, ആ ഭീഷണി ഇന്ന് പൂർണ്ണ നിയന്ത്രണ വിധേയമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് വെടിനിർത്തലിനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഇപ്പോൾ അത് നടപ്പാക്കാനുള്ള തീരുമാനം ട്രംപിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. രാഖി, അതായത് ഐസൻ, ഖത്തർ പ്രധാനമന്ത്രിയുടെ മധ്യസ്ഥതയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ഈ ഇരു രാജ്യങ്ങളും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും നിർണായകമായ വിവരം, അല്ലേ? കാരണം ഇവരുടെ ഒരു ഔദ്യോഗിക പ്രതികരണം വന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഈ വെടിനിർത്തൽ എന്നുള്ളത് ഏവർക്കും ഒരു ആശങ്കയാകുന്ന കാര്യം തന്നെയാണ്. അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കണം. തീർച്ചയായും ഇരു രാജ്യങ്ങളും ഇക്കാര്യം ഔദ്യോഗികമായി അംഗീകരിക്കണം, അല്ലെങ്കിൽ റാറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് എന്നത് ഒരു അന്താരാഷ്ട്ര തത്വങ്ങൾ പ്രകാരം അനിവാര്യമായ ഒരു ഘടകമാണ്. പക്ഷേ ഈ റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നതിന് വേണ്ടി ഒരു 6 മണിക്കൂർ, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നതിനും അത് പരസ്യമായി അംഗീകരിക്കുന്നതിനും അത് വ്യക്തമാക്കുന്നതിനും ഒരു വിജ്ഞാപനത്തിന് സമാനമായ രീതിയിൽ അത് ലോകത്തെ അറിയിക്കുന്നതിനുമുള്ള ഒരു 6 മണിക്കൂർ സമയമാണ് ട്രംപ് നൽകിയത്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് 2.5 മണിക്കൂറിന് മുമ്പാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. മണിക്കൂറുകൾക്കകം ആ സമയപരിധി കഴിയുകയും ആ സമയപരിധി കഴിയുന്നതോടുകൂടി വെടിനിർത്തൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനമായി ആക്രമണം നടത്തിയത് ഇറാനാണ്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി ഏതാണ്ട് 11 മണിയോടുകൂടി അതിശക്തമായ ആക്രമണം ഈ മിഡിൽ ഈസ്റ്റിലെ അതല്ലെങ്കിൽ ഖത്തറിലെ യു എസിന്റെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളത്തിൽ നടക്കുകയായിരുന്നു. ഈ US വിമാനത്താവളത്തിലുള്ള ഉദൈദ വിമാനത്താവളത്തിൽ ഈ ശക്തമായ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് നീങ്ങുകയും JD വാൻസും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും നേരിട്ട് ഖത്തർ അമീറുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അടിയന്തരമായി ഖത്തറിൽ തന്നെയുള്ള മധ്യസ്ഥരെ, അതായത് ഇറാന്റെ പ്രതിനിധികളുമായി സംസാരിക്കുകയായിരുന്നു എന്ന സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് ഏതാണ്ട് 1 മണിക്കൂർ തികയുന്നതിന് മുമ്പേ വെടിനിർത്തലിനെ ഇറാൻ ധാരണയ്ക്ക് എത്തി എന്ന വിവരമാണ് ഖത്തർ അമീറിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരികയും ചെയ്തത്. ഖത്തർ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും എല്ലാം തന്നെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്.